എല്ലാ മാറ്റങ്ങളെയും എതിർക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷെ പിന്നീട് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യന്ത്രവൽക്കരണം വന്നപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തു. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ മാറണം. ഞാൻ പത്രപ്രവർത്തകരായിരുന്നു, പണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. ഇപ്പൊ എഴുതി കൊടുത്ത വാർത്ത വരില്ല. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രിന്റ് കൊടുത്താലേ വരുള്ളൂ. അപ്പൊ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷിയിലേക്ക് നമ്മൾ മനുഷ്യരെ മാറ്റണം. പരിശീലനം കൊടുത്ത് ഇത് ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുമ്പോൾ കുറെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കപ്പെടും. പുതിയ തലമുറയും ഞങ്ങൾ പഴയ തലമുറയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഇന്റേൺഷിപ്പിന് നമ്മൾ ചൂസ് ചെയ്യുന്ന കുട്ടികള് വളരെ മുണ്ടേനായിട്ടുള്ള ജോബ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് എടുക്കുന്നവർക്ക് യാതൊരു മുണ്ടേൻ ജോബ്സും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എയുടെ ഹെൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോലിയിലേക്ക് അവര് വെക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അവരെ ശരിക്കും, കാരണം അല്ലെ പിന്നെ അവരെ ഇന്റേൺഷിപ്പിന് എടുക്കണ്ട. ഇന്റേൺഷിപ്പിനെ എടുത്ത് അകത്ത് കൊണ്ടിരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവര് ഒരു എബോവ് ആവറേജ് ആണെങ്കിൽ അവർ സെലക്ടഡ് ആവും. ദേ വിൽ വർക്ക് വിത്ത് ദ കമ്പനി. കാരണം അവരുടെ ആ ഫോർമേഷൻ സ്റ്റേജിലുള്ള ട്രെയിനിങ്ങിനെ AI ടൂൾസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, അതായത് നിങ്ങള് വിജയ് അധികാരത്തിൽ വരുമെന്ന് ഉള്ള കാര്യം മുഖ്യമന്ത്രിയായ ശ്രീ ജോസഫ് വിജയ് അറിഞ്ഞോ? അത് നമുക്കറിയില്ല. അല്ല, അത് അറിയിക്കണ്ടേ? ഇത് മറ്റുള്ള ആൾക്കാർ വിജയ് ഉൾപ്പെടെ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കാതിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തെങ്കിൽ ചെറിയ കാര്യമാണോ അത്? അതെ അതെ. ഞങ്ങൾ ഇന്ത്യയില് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. നിങ്ങൾ അറിയിക്കണം, തീർച്ചയായിട്ടും എന്തായാലും അറിയിക്കണം. പ്രൊഡ്യൂസർ പേടിക്കേണ്ട, സിനിമാ നിർമ്മാണത്തിന് ഒരിക്കലും ഇറങ്ങുന്നില്ല. അങ്ങനെയല്ല, ഞാൻ പറയാം. ഇപ്പോ ഭയപ്പാട് ഉള്ളവർക്കാണ് കൂടുതൽ ആശങ്ക വരുന്നത്. മീൻസ് ഏത് ടെക്നോളജിയും വരുമ്പോഴും എതിർക്കാൻ ഇവിടെ മലയാളിക്ക് അല്ല. എനിക്കൊന്ന് AI എങ്ങനെ എതിർക്കുന്നുണ്ടോ ആളുകൾ? എതിർക്കാൻ പറ്റുന്നില്ല. കാരണം ഈ AI എന്ന് പറഞ്ഞാലേ ആള് പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ വന്നങ്ങ് പടർന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ടെക്നോളജിയും സമൂഹത്തിൽ വരുമ്പോ മാറ്റം വരുത്തുമ്പോ ഉള്ള ഭയാനകമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് മലയാളിയുടെ പ്രോബ്ലം. വേറൊരു സ്ഥലത്തും ഇതേപോലെയുള്ള ഒരു ഡിസ്കഷൻ ഒന്നും ഉണ്ടാവില്ല. അവര് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യണേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളതും. അപ്പൊ ഞാൻ പറയണത് AI നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്തിനാ അങ്ങേക്ക് ഒരു 100,000 ചർച്ച പിന്നീട് ഒഴിവാക്കാൻ വേണ്ടിയാ. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെയും പേടി എന്താ വെച്ചാൽ തൊഴിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ദർ ഇസ് എ കോൺസെപ്റ്റ് UBI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട് ലോകത്ത്. ഓൾറെഡി അത് ഡിസ്കഷൻ പോയിന്റ് ആണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം. എലൻ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അവരൊക്കെയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യന്മാർക്ക് പണിയില്ലാതെ ഇരിക്കുമ്പോൾ അവർക്ക് ചുമ്മാ വെറുതെ ഇരിക്കാൻ ഒരു ഇൻകം കൊടുക്കുക. ദാറ്റ് ഈസ് UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അപ്പം പണി പോയാലും പേടിക്കാനൊന്നുമില്ല. അതൊരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആയിട്ടാണ് ആദ്യം നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എൻ ഉട്ടോപ്യൻ കോൺസെപ്റ്റ്. UBI കഴിഞ്ഞ് ഇന്ന് UHI കുറിച്ചും ആളുകൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചില ഫ്യൂച്ചറിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഒക്കെ UBI കഴിഞ്ഞ് UHI, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ലക്ഷറിയസ് ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട ആളുകൾക്ക്. അപ്പം ഞങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പണി പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും സംവേർ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എൻട്രി ലെവൽ ജോബുകൾ ഇല്ലാതാകുന്നുണ്ടല്ലേ? ശരിയാണ്, ഇന്റേൺഷിപ്പുകളൊക്കെ കിട്ടാൻ പ്രയാസം. അതേസമയത്ത് അത്ര എളുപ്പമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.